ഇരുവറിലെ ക്യാരക്ടർ, ഇരുവറിൽ ചെയ്തിരിക്കുന്ന ആ വേഷം അതിനു മുമ്പും അതിന് ശേഷവും ലാലേട്ടൻ അതിനു വേണ്ടി മാത്രമായിട്ട് വേറൊരു പരിപാടി ചെയ്തതാണ്. ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറും പെർഫോമൻസ്, അത് ഞാൻ കണ്ട ഏത് ഭാഷയിലുള്ള സിനിമ എടുത്ത് നോക്കിയാലും ആളുകളെ എന്റർടൈൻ ചെയ്യുകയും ഇയാൾ ആൽക്കഹോളിക് ആണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടർ പെർഫോമൻസ് ശരിക്കും സാഗർ കോട്ടപ്പുറമായിരുന്നു. ഇപ്പം റീസെന്റ് കണ്ട സിനിമ ഇപ്പൊ തുടരും, ഞാൻ 2 പ്രാവശ്യം കണ്ട സിനിമ. അതില് ഇപ്പം 2ാമത്തെ പ്രാവശ്യം കാണുന്ന സമയത്തും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ചാടുന്ന സീക്വൻസ് ഇല്ലേ, അതൊരു 10-15 പ്രാവശ്യം കണ്ടാലും നമുക്ക് ബോറടിക്കില്ല. വാസ്തുഹാര എന്ന് പറയുന്ന സിനിമയിൽ വേണു എന്നുള്ള കഥാപാത്രം, അത് എനിക്ക് തോന്നുന്നു അത് അർഹിക്കുന്നത്രയ്ക്കും സംസാരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുള്ള ഒരു കഥാപാത്രമാണ്. ഒരു കഥകളി നടൻ്റെ മാനസിക സംഘർഷങ്ങൾ മറ്റേ അഭിനയിച്ച് ഫലിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് വാനപ്രസ്ഥം. വെള്ളാനകളുടെ നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. CP അതൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് അതിൽ. അമൃതം ഗമയ എന്നുള്ള സിനിമയാണ്. അതിൽ ഡോക്ടർ PK ഹരിദാസ് എന്നുള്ള ക്യാരക്ടറാണ്. എന്നെ ഭയങ്കരമായി വിസ്മയിപ്പിച്ചൊരു കഥാപാത്രമാണ്. തന്മാത്രയിലെ രമേശ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അത് ഇമോഷണലി ഭയങ്കര, ഒന്നുകൂടെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ചങ്കുറപ്പ് കാണത്തില്ല, ഞാൻ ചിലപ്പോൾ കരഞ്ഞു. ജയകൃഷ്ണൻ ഫ്രം തൂവാനത്തുമ്പികൾ. രമേശൻ നായർ തന്മാത്രയിലെ. തോമസ് ചാക്കോ AKA ആടുതോമ. അപ്പുകുട്ട തൊപ്പിക്കാര ചന്ദ്രലേഖയിലെ അപ്പുകുട്ടൻ. എൻ്റെ നരൻ ആൻഡ് ഉണ്ണി ഫ്രം മായമയൂരം. അയാൾക്ക് അത് എഴുതിയാണല്ലോ ഫസ്റ്റ് ഹാഫിൽ സാഗർ കോട്ടപ്പുറം.